തലസ്ഥാനത്ത് ശക്തമായ മഴയിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി. പെരുമാതുറ തീരദേശ പാതയിലാണ് വീടിന്റെ മേൽക്കൂര പറന്നുപോയത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. ഇന്ന് 2 ജില്ലകളിൽ റെഡ് അലർട്ടും 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, തലസ്ഥാനത്തെ ശക്തമായ മഴയിൽ വീടിന്റെ മേൽക്കൂരയടക്കം പറന്നുപോയ സാഹചര്യമാണുള്ളത്. നിലവിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? കൂടുതൽ വിശദാംശങ്ങൾ. അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് സംസ്ഥാനത്ത് നൽകിയിരിക്കുന്നത്. ഇന്നിപ്പോൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നതെങ്കിൽ കൂടിയും എല്ലാ ജില്ലയിലും അതിശക്തമായിട്ടുള്ള മഴ പ്രതീക്ഷിക്കാമെന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുമുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഓറഞ്ച് അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ അതിശക്തമായിട്ടുള്ള മഴ തന്നെയാണ് പെയ്യുന്നത്. അതിനിടയിലാണ് ഒരു വീടിന്റെ മേൽക്കൂര തകർന്നുപോയ സംഭവം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തീരദേശ പാതയിൽ വീടിന്റെ മേൽക്കൂര തകർന്ന് റോഡിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പെരുമാതുറ സ്വദേശിനി സീന റഹീമിന്റെ വീടിന്റെ റൂഫ് ഷീറ്റാണ് റോഡിലേക്ക് വീണത്. ഇരുമ്പ് ഷീറ്റിട്ട മേൽക്കൂര പൂർണ്ണമായി അടർന്നു മാറി റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജനത്തിരക്കുള്ള സമയമായിരുന്നെങ്കിലും ഈ അപകട സമയത്ത് ആരും ആ സ്ഥലത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റു തരത്തിലുള്ള അപകടങ്ങളൊന്നും തന്നെ ഉണ്ടാകാതെ രക്ഷപ്പെട്ടു എന്ന് പറയേണ്ടി വരും. അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി മേൽക്കൂര മുറിച്ച് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലുമാണ് വീടിന്റെ മേൽക്കൂര പറന്ന് താഴെ വീണത്. തീരദേശ പാതയിൽ പെരുമാതുറ പെട്രോൾ പമ്പിന് സമീപത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയാണ്. പക്ഷേ ഈ ഷീറ്റ് അടർന്നു വീഴുന്ന സമയത്ത് ഇത്തരത്തിൽ വാഹനങ്ങളോ കാൽനട യാത്രക്കാരോ ആരും ഉണ്ടായിരുന്നില്ല. അതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഇതിൽ വലിയ അതിശക്തമായിട്ടുള്ള മഴ പല സ്ഥലങ്ങളിലും പെയ്യുന്നുണ്ട്. പടിഞ്ഞാറൻ കാറ്റ് കേരള തീരത്തിന് മുകളിൽ ശക്തിയായി തുടരുന്നുണ്ട്. അതിന്റെ സ്വാധീന ഫലമായിട്ട് ഈ മഴയോടൊപ്പം തന്നെ അതിശക്തമായിട്ടുള്ള കാറ്റും പ്രതീക്ഷിക്കാമെന്നുള്ള മുന്നറിയിപ്പും ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉൾപ്പെടെയുള്ളവർ നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ തന്നെ നൽകിയിരുന്ന മുന്നറിയിപ്പ് ഇപ്പോഴും തുടരുകയാണ്. 17 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് ആരും കടലിനുള്ളിലേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. ഇന്ന് 2 ജില്ലകളിൽ റെഡ് അലർട്ടും 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചത്. തലസ്ഥാനത്ത് ശക്തമായ മഴയിൽ വീടിന്റെ മേൽക്കൂരയടക്കം പറന്നുപോയ സാഹചര്യമടക്കം നിലവിലുണ്ട്. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്.